നമസ്കാരം. ലോക കേരള സഭ എന്നാൽ മലയാളികളായ എല്ലാ പ്രവാസികളെയും ഉൾപ്പെടുന്നു എന്നാണ് സങ്കല്പം. ഏറെ വിവാദങ്ങളും ധൂർത്തും ആരോപിക്കപ്പെടുന്ന ഈ കൂട്ടായ്മ ഇപ്പോൾ വർഗീയ പ്രീണനത്തിലുള്ള വേദിയായി സർക്കാർ മാറ്റിയിരിക്കുന്നു. ഇതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലോക കേരള സഭ പ്രമേയം പാസാക്കിയ നടപടി. പലസ്തീനിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. പലസ്തീൻ എംബസി കൈമാറിയ കഫിയ പ്രമേയ അവതാരകൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറുകയും ചെയ്തു. പലസ്തീൻ പതാക സ്പീക്കർ AN ഷംസീറും ഏറ്റുവാങ്ങി. ഇതുൾപ്പെടെ 10 പ്രമേയങ്ങളാണ് ലോക കേരള സഭയിൽ പാസാക്കിയത്. പ്രവാസികളിൽ ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദമാണ് ഈ പ്രമേയം എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. പലസ്തീന് അനുകൂല മഹാസമ്മേളനം നടത്തിയ സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ഇതും അമേരിക്കൻ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗം എന്നാണ് അന്ന് സർക്കാർ വിശദീകരിച്ചത്. പലസ്തീനെ നമ്മൾ എല്ലാവരെയും അനുകൂലിക്കുകയും പിന്താങ്ങുകയും ചെയ്യേണ്ടതാണെന്ന് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിച്ചിരുന്നു. ഈ നടപടികളൊക്കെ വോട്ട് ബാങ്ക് ലക്ഷ്യമിടുന്ന പ്രീണനതന്ത്രമാണെന്ന് വ്യക്തമായിട്ടും അത് നഗ്നമായി പിന്തുടരുകയാണ്. BJPയെ എതിർക്കാനെന്ന പേരിൽ ന്യൂനപക്ഷത്തെ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന നയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് ഇടതു കേന്ദ്രങ്ങൾ പോലും വിലയിരുത്തുമ്പോഴാണ് മുഖ്യമന്ത്രിയും കൂട്ടരും അതേ നയം പിന്തുടരുന്നത്. പലസ്തീൻ എംബസി തന്നുവിട്ടതെന്ന് അവകാശപ്പെടുന്ന കഫിയ മുഖ്യമന്ത്രി കൈവശം വെച്ചിട്ടുണ്ട്. UN-ഉം അമേരിക്കയും തുർക്കിയും ഇറാനും ഒക്കെ പറഞ്ഞിട്ടും അനുസരിക്കാത്ത ഇസ്രയേലിനെയാണ് പിണറായി ഒറ്റ വിരട്ടൽ കൊണ്ട് അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. 36,000-ഓളം മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയ യുദ്ധത്തിൽ ഇസ്രയേൽ പിന്മാറണം എന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. എന്നാൽ ഒക്ടോബർ 7-ന് ഹമാസ് ഭീകരവാദികൾ ഇസ്രയേൽ മണ്ണിൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് കേരള സഭയും പിന്തുണ നൽകുന്നു എന്ന് ആരോപിക്കുന്നവർ ഏറെയാണ്. പലസ്തീനെ പിന്തുണയ്ക്കാൻ പ്രമേയം പാസാക്കിയ കേരള സഭയ്ക്ക് വൻ പരിഹാസമാണ് സോഷ്യൽ മീഡിയ നൽകുന്നത്. കേരളം ഇസ്രായേലിനെയും പലസ്തീനെയും പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പമാണ്. ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി സൗമ്യക്കൊപ്പമാണ് കേരള മനസ്സ്. ഇനി അൽ കേരള സഭ ഹമാസിനും പിന്തുണ കൊടുക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇവരെ എന്തുകൊണ്ടാണ് അന്തങ്ങൾ എന്ന് വിളിക്കുന്നത് എന്നതിന്റെ ഉത്തരമാണ് ഇത്തരം നടപടികളെന്നും ഒരു കമന്റിൽ കാണാം. ഒടുവിൽ അൽ കേരള സഭയുടെ ഉദ്ദേശം വെളിപ്പെട്ടു എന്ന് ഒരാളുടെ അഭിപ്രായം. ലോക കേരള സഭയുടെ 4ാം സമ്മേളനമാണ് തിരുവനന്തപുരത്ത് ഇന്ന് സമാപിച്ചത്. കുവൈറ്റ് ദുരന്തത്തെ തുടർന്ന് സമ്മേളനം വെട്ടിച്ചുരുക്കിയിരുന്നു. ദുഃഖസൂചകമായി ഉദ്ഘാടന സമ്മേളനവും ആഘോഷ പരിപാടികളും ഒഴിവാക്കിയാണ് സമ്മേളനം തുടങ്ങിയത്. നിയമസഭയിലെ മുഴുവൻ അംഗങ്ങളും MP-മാരും കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളി പ്രതിനിധികളുമാണ് ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിന്റെ വികസന കാര്യങ്ങളും ഭാവി സാധ്യതകളും അജണ്ടയായിട്ടുള്ള സഭയിൽ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ക്ഷണിക്കപ്പെട്ട വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നു. സഭാ നടത്തിപ്പിന് 2 കോടിയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. ഭീകരവാദത്തിന് കുടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സുഡാപ്പി സഖ്യം ഈ വേദിയും കയ്യേറുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ സമ്മേളനത്തിലെ പലസ്തീൻ പ്രമേയം. കേന്ദ്ര വിദേശ മന്ത്രാലയത്തിന്റെ നയത്തിന് ഘടകവിരുദ്ധമാണ് ഈ പ്രമേയം. പലസ്തീൻ ഇരകളുടെ പേരിൽ ഹമാസിനെ ന്യായീകരിക്കുകയാണ് അഖില കേരള സഭ. എല്ലാ പ്രവാസികളും ഇതിനെ അംഗീകരിക്കും എന്നും തോന്നുന്നില്ല. ഇസ്ലാമിക മതമൗലികവാദികളെ സോപ്പിട്ട് സുഖിപ്പിച്ച അന്തം കമ്മികൾക്ക് തെരഞ്ഞെടുപ്പിൽ അവർ തന്നെ പണി കൊടുത്തിരുന്നു. എന്നാൽ അതുകൊണ്ടും പിണറായിയും കൂട്ടരും പാഠം പഠിക്കുന്നില്ല. അതോ ഈ സമ്മേളനം തന്നെ ഹമാസിസ്റ്റുകൾ സ്പോൺസർ ചെയ്യുന്നതാണോ?